KT ജലീലുമായുള്ള പോരിൽ ഒറ്റപ്പെട്ട് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയരുമ്പോഴും പ്രതിരോധിച്ച് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർലി തങ്ങൾ ഇതുവരെ രംഗത്ത് വന്നിട്ടേയില്ല. വിഷയം ഫിറോസ് തന്നെ പരിഹരിച്ചോളും എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിനെതിരെ കള്ളപ്പണ ഇടപാട് ഉൾപ്പെടെ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് കുറച്ച് ആഴ്ചകളായി KT ജലീൽ MLA ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇതുവരെ PK ഫിറോസ് മാത്രമാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി അല്ലെങ്കിൽ പ്രതിരോധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സംസ്ഥാന നേതൃത്വമോ ലീഗ് നേതൃത്വമോ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റോ പോലും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അത് PK ഫിറോസ് തന്നെ മറുപടി പറഞ്ഞോളും എന്ന് പറഞ്ഞ് ഒഴിയുക മാത്രമാണ് ചെയ്തത്. ഒപ്പം തന്നെയാണ് ജലീലിനെതിരെ ഫിറോസ് ഉന്നയിച്ച മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിവാദവും ആ ആരോപണവും പാർട്ടി ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് പാർട്ടി യോഗത്തിൽ ഇത്തരം വിവാദങ്ങൾ മലയാള സർവകലാശാല വിവാദം PK ഫിറോസ് ഉയർത്തേണ്ടതില്ല എന്നുള്ള ഒരു വിമർശനം കൂടി പാർട്ടിക്കകത്ത് നിന്നും ഫിറോസിനെതിരെ ഉണ്ടായി എന്നുള്ളതാണ്. മാധ്യമങ്ങൾ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ മാത്രമാണ് ഫിറോസ് പറയുന്നത് പാർട്ടിയുടെ കാര്യം കൂടിയാണെന്ന് പറഞ്ഞ് ഒഴിയുക മാത്രമാണ് ജനറൽ സെക്രട്ടറി PMA സലാം ചെയ്തിരിക്കുന്നത്. അത് അവർ തീർത്തോളും, അവർ തീർക്കുന്നുണ്ട്. ലീഗിന് വേണ്ടി തന്നെയാണ് ഫിറോസ് പറയുന്നത്, വ്യക്തിപരമായല്ല. ഇപ്പുറത്ത് KT ജലീൽ കൂടുതൽ ആരോപണവുമായി രംഗത്ത് ശക്തമായി വരുന്നു. നാളെ തിരൂരിൽ ഒരു പൊതുയോഗം വിളിച്ചുകൊണ്ട് ആരോപണം കടുപ്പിക്കാനാണ് KT ജലീലിൻ്റെ തീരുമാനം. അടുത്ത മാസം 3-ന് PK ഫിറോസിൻ്റെ നാടായ കോഴിക്കോട് കുന്നമംഗലത്തും സമാനമായ രീതിയിൽ ഒരു പൊതുയോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഫിറോസിൻ്റെ കടന്ന് വിവാദമായ ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഈ വിഷയത്തിൽ താൻ നടത്തുന്നു എന്നൊരു പ്രഖ്യാപനം കൂടി KT ജലീൽ MLA നടത്തിയിരിക്കുകയാണ്. അങ്ങനെ ഫിറോസിൽ തുടങ്ങി ലീഗിനെതിരെ കൂടി ശക്തമായ ആക്രമണം കടുപ്പിക്കുകയാണ് ഇപ്പോൾ KT ജലീൽ MLA ചെയ്യുന്നത്.